ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ലൈഫിൽ പലപ്പോഴും നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പല അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത ചില അവസ്ഥകൾ. ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നത് എന്ന് യാതൊരുവിധ ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു ഉറപ്പില്ല, ഒന്നിനും ഒരു ഉറപ്പില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ടാരോയുടെ ഹെൽപ്പോട് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ഇന്നത്തെ റീഡ് അതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പില്ലാതെ, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന, എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന, അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡാണ് ഇത്. നമുക്ക് 2 പൈൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ പൈൽ. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പൈൽ. ഇതിൽ നിന്നും ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട് തിരഞ്ഞെടുക്കുക. അതായിരിക്കും നിങ്ങളുടെ പൈൽ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. ട്രസ്റ്റ് ദ പ്രോസസ് എന്നാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നന്നായി ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സിനോട് ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് 4 കാർഡ്സ് എടുക്കാം. വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് മൈ ബ്ലൈൻഡ് സ്പോട്ട്, വാട്ട് ആക്ഷൻ ഷുഡ് ഐ ടേക്ക്. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ ഗൈഡൻസ് കാർഡുകളാണ്. ഏഞ്ചൽസ് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ഏഞ്ചൽസ് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് നോക്കാം നമുക്ക്. ഹൈ പ്രീസ്റ്റസ്, 10 ഓഫ് പെന്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, റീഡിംഗ് നോക്കാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാർഡിൽ നമുക്ക് വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് കാർഡാണ്. അതായത് രഹസ്യങ്ങൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഒന്നുകിൽ നിങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാവാം. അതിലും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കത് അറിയാം, എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല. എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഈ രഹസ്യങ്ങൾ കൂടുതലും വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെ ആവണം. അതിനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട്. അതായത് ഇതാണ് നിങ്ങൾ കാണാതെ പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു രഹസ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ രഹസ്യം നിങ്ങൾക്ക് അറിയാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു രഹസ്യം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് അറിയാൻ സമയമായിട്ടില്ല എങ്കിൽ യൂണിവേഴ്സ് അത് റിവീൽ ചെയ്യില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വെയിറ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവറുടെ ഭാഗത്ത് ടെമ്പറൻസ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അത് 10 ഓഫ് പെന്റക്കിൾസിൻ്റെ ക്ലാരിറ്റി കാർഡായിട്ട് വന്നിട്ടുള്ളതാണ് ടെമ്പറൻസ്. ഇവിടെ 2 സാധ്യതകളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻ, അതല്ല എങ്കിൽ ധനപരമായിട്ട് എന്തോ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. പൈസയുടെ കാര്യത്തിൽ എന്തോ ലോസ് സംഭവിച്ചിട്ട് അത് നിങ്ങളെ അറിയിക്കാതെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയും അടുപ്പമുള്ള ആളുകൾ അത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള
ഒരു മെസ്സേജാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളറിയാതെ ഒരു തേർഡ് പാർട്ടി റിലേഷൻ നടക്കുന്നുണ്ടാവാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും ചോദിച്ച് പ്രശ്നമാക്കാനല്ല, സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഇനി അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. ഇങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ സഹായത്തിന് വേണ്ടി ശ്രമിക്കുക, അത് ലഭിക്കും. പൈസ സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളതിനു വേണ്ടി സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് സഹായം ചോദിക്കുക, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, തേർഡ് പാർട്ടി റിലേഷനിൽ പെട്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആവേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടോ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ശ്രദ്ധ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി റിലേഷനിലൊക്കെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അവരോട് നിങ്ങൾ സംസാരിക്കുക, ഗ്രൗണ്ടഡ് ആവുക. അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യൽ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. നമുക്ക് ഒരു ക്ലാരിറ്റി കാർഡ് കൂടി എടുത്ത് നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഐ ഹാവ് എ ക്ലാരിറ്റി കാർഡ് ഫോർ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് എൻ്റെ വ്യൂവർ ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്, എന്ത് ആക്ഷനാണ് അവരെടുക്കേണ്ടത്? നമുക്കിവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് ഇതേ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സഹായം അഭ്യർത്ഥിക്കാൻ സാധിക്കുന്നവരോട് നിങ്ങൾ അഭ്യർത്ഥിക്കുക, അത് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതൊരു ടീം വർക്കിൻ്റെ കൂടി കാർഡാണ്. ജോലിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനിയുമുണ്ട്, അത് പഠിച്ചെടുക്കുക. നിങ്ങളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുക. ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, തേർഡ് പാർട്ടി റിലേഷനിലാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. കാര്യങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് ആണ് ഇവിടെ കാണുന്നത്. ഈ മെസ്സേജ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് കാർഡ് കൂടി നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ്. നല്ല മെസ്സേജാണ്. നിങ്ങൾക്ക് വലിയ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ കാർഡിനെ ഒരു കൺഫർമേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിലും, ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ചേഞ്ചുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ സന്തോഷിക്കാം. ഈ നടക്കുന്ന പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അതിന് യൂണിവേഴ്സിന് എന്തോ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ റിവീലാവും. ഇപ്പോൾ ഈ ഒരു അവസ്ഥയെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും എല്ലാം സോൾവ് ആകും, നല്ല രീതിയിൽ തന്നെ വരും എന്നാണ് ഇവിടെ കാണുന്നത്. സോ ബൈ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, ഫയൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ എന്ന ഫയലാണ്. ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് റിലാക്സ് ചെയ്യുക. നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ത് പ്രശ്നമാണെങ്കിലും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് വരേണ്ട സമയത്ത് വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുക. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള ഒരു ഗൈഡൻസാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് മൈ ബ്ലൈൻഡ് സ്പോട്ട്, എൻ്റെ ആക്ഷനാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ഏഞ്ചൽ ഗൈഡൻസ് കൂടി എടുക്കാം. ഏഞ്ചൽസിന് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, കാർഡ്സ് നോക്കാം. ലവേഴ്സ് കാർഡ്, പേജ് ഓഫ് കപ്സ്. ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ്. സ്റ്റാർ കാർഡ് ഉണ്ട്, ലവേഴ്സ് കാർഡ് ഉണ്ട്, പേജ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയാണ്. നിങ്ങൾ വലിയൊരു ഷോക്കിന് ശേഷം എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് പതുക്കെ റിക്കവറായിട്ട് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. സ്റ്റാർ കാർഡിൻ്റെ എനർജി അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചെറിയ പുതിയ തുടക്കത്തിലേക്കാണ്. റിലേഷൻഷിപ്പിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായി, അതിൽ നിന്ന് പതുക്കെ പുറത്ത് വന്ന് നിങ്ങളൊന്ന് ഗ്രൗണ്ടഡായി വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനസ്സമാധാനം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹീലിംഗ്, റിക്കവറിങ് ഫേസിലായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എന്താണ് കാണാതെ പോകുന്നത് എന്ന് നോക്കാം. അത് നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി അതല്ല, ആ റിലേഷൻ ഒരു തരത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ കാർഡിന് മറ്റൊരർത്ഥം കൂടി പറയാം. ചോയ്സ് എടുക്കുക എന്നൊരർത്ഥം കൂടി പറയാം. റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിലും ഈ കാർഡ് നമുക്കതിൻ്റെ ഒരു ഉത്തരം തരുന്നുണ്ട്. എന്താണ് നമ്മൾ കാണാത്തത്? റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ലവേഴ്സ് കാർഡിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് എന്ന് നമുക്ക് അർത്ഥം പറയാം. ഇനി അതല്ല, ഈ റിലേഷൻ വർക്കൗട്ട് ആവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അവിടെയും ഈ ലവേഴ്സ് കാർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചോയ്സ് എടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ 2 പേരുണ്ടായിരിക്കാം, ഒരു 2 ആളുകൾ, അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചോയ്സ് എടുക്കാവുന്നതാണ്. നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ആളെ ചൂസ് ചെയ്യാനുള്ള ഒരവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് 2 മേജർ അർക്കാന കാർഡ്സാണ്. സോ നിങ്ങളുടെ തീരുമാനം കുറച്ച് സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. ഇനി ഈ സമയത്ത് നമുക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ പറ്റുന്നത്? ഇതൊരു ഹീലിംഗ്, റിക്കൺസിലിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. ഈ സ്റ്റാർ കാർഡിൻ്റെ മീനിങ്ങുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് ഫേസിലാണ്, വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു ഹീലിംഗ് ഫേസിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ ഹീലിംഗ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു പാച്ചപ്പിലേക്ക് പോകുന്നെങ്കിൽ പോവാം, അതല്ല എങ്കിൽ ഒരു ചോയ്സ് എടുക്കാം. ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളായിരിക്കാനുള്ള ആ ഒരു അവകാശം അത് യൂണിവേഴ്സ് അനുവദിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇയാളെ ചൂസ് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല. ഇത് നിങ്ങളുടെ തീരുമാനമാണ് എന്നുള്ളതാണ്. നമുക്കൊരു ഗൈഡൻസ് കാർഡ് കൂടി എടുത്ത് നോക്കാം. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ്? നമുക്കൊരു പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, എന്നാലും അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് എന്താണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവർ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? ക്യാൻ യു പ്ലീസ് ഗിവ് മീ സം മോർ ഇൻഫർമേഷൻ ഓൺ ദാറ്റ്? നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വീണ്ടും അവിടെ ഒരു ചോയ്സാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ചോയ്സ് എടുക്കാം എന്നുള്ളതാണ്. ഗിവ് ആൻഡ് ടേക്ക്. അതിൽ നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ആരാണോ അവരെയാണ് ഈ സമയത്ത് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങളുടെ ലൈഫിൽ ഒന്നിൽ കൂടുതൽ പേരില്ല, ഒരാൾ മാത്രമാണുള്ളതെങ്കിൽ ആ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് അത്രേ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം വേണം നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട്. എനിവേ, ഇവിടെ മൊത്തത്തിലുള്ളൊരു എനർജി നോക്കുമ്പോൾ ഹീലിംഗ് ആണ് ആദ്യം നടക്കേണ്ടത്. ഹീലിംഗ് ഫേസിലാണ് നിങ്ങൾ, അത് കംപ്ലീറ്റ് ആവണം. അതിനുശേഷം നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാം എന്നുള്ളതാണ്. ഈ റിലേഷൻ കട്ട് ചെയ്യണോ അതോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ചോയ്സ് നിങ്ങളുടേതാണ്. അതിലൊരു ഗിവ് ആൻഡ് ടേക്ക്, നിങ്ങൾ കൊടുത്തത്ര എഫേർട്ട് അയാളും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അതല്ല 2 പേരുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ ആരാണോ നിങ്ങൾ ഇട്ട അത്രയും തന്നെ എഫേർട്ട് ആരാണോ ഇട്ടിട്ടുള്ളത് ആ ആളെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് ഒരു ജനറൽ റീഡ് ആയതുകൊണ്ട് എനിക്ക് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ സാഹചര്യം വെച്ച് മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദയവേത് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുക. അത് എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു റീഡിൻ്റെ അടുത്ത് പോയിട്ട് ഒരു റീഡിംഗ് എടുക്കുക. മേജർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ഡിവോഴ്സ് പോലെയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ വിഷമത്തിലായിരിക്കും. നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയങ്ങളിൽ നിങ്ങൾ ഒരു റീഡറുടെ സഹായം തേടുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റീഡിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് കൂടി നോക്കാം. ബി അസേർട്ടീവ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെയും ബി അസേർട്ടീവ്, അതായത് നിങ്ങൾക്ക് നിങ്ങളായിരിക്കാനുള്ള അവകാശം. ബി അസേർട്ടീവ്, അതായത് ഒരു യെസ് എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും അത് യൂണിവേഴ്സ് യെസ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു പെയിനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഓവറോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. റീഡിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.